നമസ്കാരം. പ്രോമിസ് എജു ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് BSc നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. BSc നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഏകദേശം ഒരു 3 പോയിന്റുകളായിട്ട് ക്രോഡീകരിച്ചാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഒന്നാമതായിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിന്റെ അംഗീകാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അംഗീകാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് ഗവൺമെന്റ് അംഗീകാരമുണ്ടോ, യൂണിവേഴ്സിറ്റി അതായത് ഏത് സംസ്ഥാനത്താണോ, ഇപ്പോൾ കേരളമാണെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, കർണാടക ആണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി, ഇങ്ങനെ അതാത് സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതാത് സ്റ്റേറ്റിന്റെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം, ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളെല്ലാം ഉണ്ടോ എന്ന് പ്രധാനമായും ചെക്ക് ചെയ്യണം. കാരണം 4 വർഷം നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്നതോടുകൂടി അത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. പക്ഷേ നമ്മൾ പഠിച്ച കോളേജിന് അംഗീകാരമില്ല എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കത് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് എല്ലാവിധ അംഗീകാരം എന്നാണ്. ഏതെല്ലാം അംഗീകാരങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങളാണ്. ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ ഹോസ്പിറ്റൽ സംവിധാനം, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ട നല്ല ഫെസിലിറ്റി ഉണ്ടോ, മെഡിക്കൽ കോളേജ് ആണോ, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവർക്കുണ്ടോ, അത് സ്വന്തമായിട്ടില്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടോ, അത്തരത്തിലുള്ള ഫെസിലിറ്റീസിനെ പറ്റി ശ്രദ്ധിക്കണം. നമുക്ക് കുട്ടികൾക്ക് നല്ല ടീച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആണോ, പുതിയ കോളേജുകളാണ്, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളെ വെച്ചിട്ടാണോ അവിടെ നഴ്സിംഗിന് ക്ലാസ് എടുപ്പിക്കുന്നത്, അതോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിന്റെ സേവനം കിട്ടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ടീച്ചിങ് ഫെസിലിറ്റിയെ പറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി, നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെയാണ് പോയി പഠിക്കുന്നതെങ്കിൽ അവിടെ അതിനുവേണ്ട ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള പല ഫെസിലിറ്റീസിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അംഗീകാരത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഫെസിലിറ്റീസിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തി ഇപ്പോൾ കേരളത്തിലോ മറ്റ് സംസ്ഥാനത്തിലോ ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഇനിയും ഈ അഡ്മിഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പലതരത്തിലാണ് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകളിലെ പകുതി ശതമാനം സീറ്റുകൾ, ഇപ്പം 100 സീറ്റുള്ള ഒരു സ്വാശ്രയ കോളേജ് ആണെങ്കിൽ 50% സീറ്റ്, 50 സീറ്റുകൾ, ഇതിന്റെ അഡ്മിഷൻ നടത്തുന്നത് LBS ആണ്. LBS എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ഗവൺമെന്റിന്റെ ഒരു അലോട്ട്മെന്റ് ഏജൻസി എന്ന് തന്നെ നമുക്ക് LBSനെ സൂചിപ്പിക്കാം. LBS ആണ് ഇത്തരം ഗവൺമെന്റ് കോളേജിലേക്കും സ്വാശ്രയ കോളേജിന്റെ 50% സീറ്റിന്റെയും അലോട്ട്മെന്റ് നടത്തുന്നത്. അതിന് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണോ LBS അലോട്ട്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെന്റ് നടത്തുന്നത്? അങ്ങനെയല്ല. നീറ്റ് എക്സാം ഒന്നും വേണ്ട, നിങ്ങളുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ സ്വാശ്രയ കോളേജിലെ സീറ്റുകൾ, ബാക്കി പകുതി സീറ്റുകൾ, അതിന് പ്രത്യേകം 2 അലോട്ട്മെന്റുകൾ കൂടിയുണ്ട്. അതിപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജ് ആണെങ്കിൽ അതിന്റെ അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടി 3 അപേക്ഷകളാണ് കൊടുക്കേണ്ടത്. ഒന്ന് LBSന്റെ ആപ്ലിക്കേഷൻ, മറ്റൊന്ന് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ, മറ്റൊന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് കേരളത്തിലെ അഡ്മിഷൻ നടക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ നീറ്റ് എക്സാം ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിന്റെ അഡ്മിഷൻ കിട്ടുന്നത്. ഇതാണ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കേരളത്തിൽ. ഇനി കേരളത്തിന്റെ പുറത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്? നിങ്ങൾക്ക് പല രീതിയിലുണ്ട്. പലരും ഡയറക്റ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്, ഏജൻസികളെ സമീപിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫെസിലിറ്റീസ് ഉണ്ടോ, അല്ലെ അക്രഡിഷൻസ് ഉണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ അവിടുത്തെ ഫീസിനെ പറ്റിയും നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
പൊതുവെ നമുക്കറിയാം ഒരു BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരു കേരളത്തിലാണെങ്കിൽ ഒരു 80,000 രൂപയാണ്. 63,500 രൂപ ഫീസും 17,000 രൂപ സ്പെഷ്യൽ ഫീസും കൂടെ ചേർത്ത് 80,500 രൂപയാണ് ഒരു വർഷത്തെ വാർഷിക ഫീസ് വരുന്നത്. പിന്നെ സ്വാശ്രയ മേഖലയിലാണെങ്കിൽ, ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ ഏകദേശം 20,000 രൂപ മറ്റോ ഫീസുള്ളൂ. ഇതൊക്കെയാണ് കേരളത്തിലെ ഒരു ഫീസ് സ്ട്രക്ചർ. കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ ഫീസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരു ഏകീകൃത സ്വഭാവമൊന്നും അവിടുത്തെ ഫീസിനില്ല. ഓരോ കോളേജുകാരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഫീസ് ഫിക്സ് ചെയ്തേക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് BSc നഴ്സിംഗ് ഒരു 40,000 രൂപ വാർഷിക ഫീസും അതിനോടൊപ്പം ഹോസ്റ്റൽ സംവിധാനങ്ങളും മറ്റ് എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 90,000 രൂപയ്ക്കൊക്കെ ഒരു വർഷം BSc നഴ്സിംഗിന്റെ സർവ്വ ചെലവും വരുന്ന കോളേജുകളുണ്ട്. ഒരു 3,60,000 രൂപ അല്ലെങ്കിൽ ഒരു 4 ലക്ഷം രൂപയ്ക്കൊക്കെ പഠിച്ചിറങ്ങാവുന്ന കോളേജുകളും മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. നല്ല എല്ലാ അംഗീകാരങ്ങളും ഉള്ള കോളേജുകൾ. ഇപ്പോൾ കൂടുതൽ കുട്ടികളും അന്യ സംസ്ഥാനത്തു നിന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാടും ബാംഗ്ലൂർ, മംഗലാപുരം ഈ ഭാഗത്തേക്കൊക്കെയാണ് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പം നിങ്ങൾ ഈ ഫീസിന്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. ആദ്യത്തെ വർഷം അമിതമായിട്ട് ഫീസ് ചാർജ് ചെയ്യുന്ന പല പരാതികളും ആ മേഖലയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിന്റെ ഫീസും കൂടെ ഒന്ന് അവലോകനം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു വർഷം യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് യൂണിഫോം തരുന്നു. ഇത്തരം ഒരു അഡീഷണൽ എക്സ്പെൻസ് ഒന്നാം വർഷത്തെ ഫീസിന്റെ കൂടെ അധികം വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യം സംഭവിക്കാം. പക്ഷേ ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും ഫീസ് തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് തീർച്ചയായിട്ടും ഇടനിലക്കാരുടെ കയ്യിലേക്ക് പോകുന്നൊരു പണമാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരൻസ് കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത പണമാണ്, അതിന് വാല്യൂ നിങ്ങൾ കൊടുക്കണം. അത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, BSc നഴ്സിംഗുമായിട്ട് സംബന്ധിച്ച സ്കോളർഷിപ്പ് വാഗ്ദാനങ്ങൾ, ഏകദേശം ഒരു 15ഓളം സ്കോളർഷിപ്പുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് എന്നല്ല പല കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ലഭ്യമായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ നൽകുന്ന സ്കോളർഷിപ്പ്. പല ഏജൻസികളും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാൻവാസിങ് നടത്താറുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഒരു കോളേജിൽ 4 ലക്ഷം രൂപയാണ് ഫീസ് അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപയാണ് മൊത്തമാകുന്ന ചെലവെങ്കിൽ അവർ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ ഫീസ് 6.5 ലക്ഷം രൂപയാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നു നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ 4 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ മതി. ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഇപ്പോൾ +2ന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അവരങ്ങ് കൈക്കലാക്കുക, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അങ്ങ് കൈക്കലാക്കുക, വീടുകൾ തോറും കയറി ഇറങ്ങി ക്യാൻവാസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ അഡ്മിഷൻ എടുക്കാൻ ഓവറായിട്ട് നിങ്ങളെ സ്ട്രെസ് ചെയ്യുന്നു, നിരന്തരമായി നിങ്ങളെ ശല്യം ചെയ്യുന്നു, അല്ലെ വീട്ടിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ നമ്മൾ വളരെയധികം സംശയദൃഷ്ടിയോടുകൂടി തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ ചതിക്കുഴികളിലൊന്നും പോകാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ്, മറ്റു സംസ്ഥാനത്തേക്ക് പോയി പഠിക്കുകയാണ്. വളരെ പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രോമിസുമായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. കാരണം സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന എപ്പോഴും കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും അത് മറ്റൊരാൾ അടിച്ചു കൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചാലും ആ സ്ഥാപനത്തിനെ പറ്റി ഒരു ജെന്യുവിനിറ്റി ചെക്ക് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ചെക്ക് എന്നൊരു പ്രോസസ്സ് നിങ്ങൾ നടത്തുക. അതിന് നിങ്ങൾ പ്രോമിസുമായി കൺസൾട്ട് ചെയ്യുക. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മികച്ചത്, ഏതൊക്കെ സ്ഥാപനങ്ങൾ എന്തെല്ലാം പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ ഫീസ് സ്ട്രക്ചർ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പ്രോമിസ് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം യോജിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ലോൺ സംവിധാനങ്ങൾ, കാരണം നഴ്സിംഗ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ലോൺ എടുത്തിട്ടാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട എഡ്യൂക്കേഷൻ ലോണിന് വേണ്ട ഡോക്യുമെന്റേഷൻ പോലെയുള്ള കാര്യങ്ങളും നമ്മൾ പ്രോമിസ് മുഖാന്തരം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കുക. സശ്രദ്ധം നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിന് ഒരുപാട് നന്ദി. നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭൂമിയിലെ മാലാഖമാരാകാൻ വേണ്ടി ആ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പുതുപുത്തൻ വാർത്തകൾ വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.